കുഞ്ഞുങ്ങളെ പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വിധത്തിൽ ഈ മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കുഞ്ഞുങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ നമ്മൾ കൊടുക്കുന്ന മിഠായിയിൽ പോലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അംശങ്ങളടങ്ങിയ കുഞ്ഞുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വലിയ ലോബി അത് യാഥാർത്ഥ്യമാണ്. 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പോലും MDMA തുടങ്ങിയുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതവർക്ക് അവൈലബിളാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ കൊടുക്കണം. പക്ഷേ അവരാഗ്രഹിച്ച് തീരുന്നതിന് മുമ്പേ കൊടുക്കുന്നൊരു ശീലം ഈ കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ സിനിമകളിൽ, പരസ്യങ്ങളിൽ, അല്ലെങ്കിൽ അവർ റോൾ മോഡൽ എന്ന് കാണുന്ന ചേട്ടന്മാർ ചേച്ചിമാരിൽ കാണുന്ന മദ്യം മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളിൽ അവരത് കൂടുതൽ ആഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കും. മാതാപിതാക്കൾക്ക് ഇതേ മദ്യം മയക്കുമരുന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും എല്ലാം സംതൃപ്തമാക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി എന്തും ചെയ്യും. അത് മാതാപിതാക്കളിൽ നിന്ന് പൈസ മോഷ്ടിച്ചാണെങ്കിലും അത് കിട്ടുന്ന വിധത്തിലാണെങ്കിലും അവർ പോകുമെന്നുള്ളത് വാസ്തവമാണ്. ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ടോ, അതിൽ കിട്ടിത്തുടങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ ഉറക്കക്കുറവ്, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവർ ഡിപ്രഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർ വളരെ മാനിക്കായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോടു കൂടെ, സാധാരണ കഴിഞ്ഞ ആവേശത്തോടു കൂടെ മാറുന്നത്, പെട്ടെന്ന് വയലൻ്റ് ആകുന്നത്, അത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകും എന്ന് അറിയാൻ അച്ഛനോ അമ്മയ്ക്കോ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ കൂടിയിരിക്കാൻ സമയമില്ല എന്നുള്ളതും ഒരു വലിയ അപകടം തന്നെയാണ് പുതിയ തലമുറയിൽ. ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ പോലും ആൺകുട്ടികളെ പോലെ തന്നെ എല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണ്, എല്ലാം അവർക്ക് ലഭ്യമാകുന്നൊരു ശൈലി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഹിബിഷൻസും, ഒരു മറയും കൂടാതെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികൾക്കും ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അവർക്കും പൈസയായിട്ടും സൗകര്യമായിട്ടും എല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇനി ഒരു പ്രത്യേക ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യുന്നതും പെൺകുട്ടികളെയാണ്. കാരണം മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരു തവണ ഈ കൊളുത്തിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് അവരെ കാരിയേഴ്സ് ആക്കാനോ അല്ലെങ്കിൽ അവരിലൂടെ പൈസ കിട്ടാനോ പെൺകുട്ടികളെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനും കൂടെ എളുപ്പമാണ്. അതുകൊണ്ട് പെൺകുട്ടികളും ഇതിൽ കൂടുതൽ വീണു പോകുന്നു, അവരും കൂടുതൽ ഉപയോഗത്തിലേക്കായിട്ട് വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ യൂത്ത് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് 1-2 പേരല്ല, ഒരു വലിയ തലമുറയാണ്, ഒരു വലിയ സമൂഹമാണ്, നമ്മുടെ കുടുംബങ്ങളാണ്. അതെല്ലാവരും ഉത്തരവാദിത്വം പോലെ അറിയണം. മാതാപിതാക്കൾ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് വിടും. തിരിച്ചു വരുമ്പോഴും അതേ ഒരു പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചെയ്യുകയാണ്. പക്ഷേ മക്കൾ മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതുപോലും പെട്ടെന്ന് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് പറ്റും. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ഭയങ്കര ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതവരെ തിരിച്ചറിയാൻ മാതാപിതാക്കൾ ഇവരോടൊപ്പം കളിക്കണം, ചിരിക്കണം, ഇവരെ തിരുത്തണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആർജവത്വത്തോടുകൂടെ മക്കളോട് നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി മാതാപിതാക്കൾ വാർത്തെടുക്കണം. ഒപ്പം തന്നെ ടീച്ചേഴ്സ് വാർത്തെടുക്കണം. എവിടെയെങ്കിലും ഒരു പ്രശ്നം പറ്റി മക്കൾ അഡിക്റ്റഡ് ആയി തുടങ്ങി എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ്, എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ധ്യാനവും കൗൺസിലിങ്ങും ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ പ്രൊഫഷണൽ ഹെൽപ്പ് നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾക്ക് നേടാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു വലിയൊരു ഷോക്കാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് മൂടി വയ്ക്കുന്തോറും കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ പുതുതലമുറ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ചാൻസസ് കുറയും. അതുകൊണ്ട് എത്രയും നേരത്തെ ഇങ്ങനെയുള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക്, അച്ഛനോട് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ സൈക്കോളജിസ്റ്റായിട്ടും ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വരുന്ന നമ്മുടെ കേസസ് നോക്കുമ്പോൾ 16-17 വയസ്സ് മുതൽ ഒരു 30-32 വയസ്സുള്ളവരാണ് മൾട്ടി സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവർ. പണ്ട് 60-70 വയസ്സ് ഉള്ളവർ, 50 കഴിഞ്ഞവരൊക്കെ ഇച്ചിരി മദ്യം ഉപയോഗിച്ചു പ്രശ്നം വരുന്നവർ, ഇതിപ്പോൾ MDMA തുടങ്ങിയ സീരിയസ് ഡ്രഗ്സ് ഉപയോഗിച്ച് ശരീരം, മനസ്സ്, ബുദ്ധി, റിലേഷൻഷിപ്സ് സാധ്യതകൾ മുഴുവൻ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പുതിയ തലമുറയെ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം.